it's me Shivagami Joy and you're watching Southern Stock Academy. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ എന്താണ് ക്യാൻഡൽസ്റ്റിക്, ഏതൊക്കെ ടൈപ്പ് ക്യാൻഡൽസ്റ്റിക് പാറ്റേൺ ആണുള്ളത്, സിംഗിൾ ക്യാൻഡൽസ്റ്റിക് പാറ്റേണിനെ പറ്റിയാണ് പറഞ്ഞത്. ഇന്നത്തെ ഈ വീഡിയോയിൽ മൾട്ടിപ്പിൾ ക്യാൻഡൽസ്റ്റിക് പാറ്റേണിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. മെയിൻ ആയിട്ട് 4 ടൈപ്പ് ഓഫ് മൾട്ടിപ്പിൾ ക്യാൻഡൽസ്റ്റിക് പാറ്റേൺ ആണ് ഉള്ളത്. എൻഗൾഫിംഗ് പാറ്റേൺ, പാർഷ്യൽ എൻഗൾഫിംഗ് പാറ്റേൺ, ഹറാമി പാറ്റേൺ, ഗ്യാപ്പ് ബേസ്ഡ് പാറ്റേൺ. നമുക്ക് ആദ്യം എന്താണ് എൻഗൾഫിംഗ് പാറ്റേൺ എന്ന് നോക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഒരു എൻഗൾഫിംഗ് പാറ്റേൺ സ്ട്രക്ചർ വരുന്നത്. ഇതൊരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ആണ് കേട്ടോ. അപ്പൊ രണ്ടെണ്ണമാണ് ഉള്ളത്, ബുള്ളിഷും ബെയറിഷും. അപ്പൊ നമുക്ക് ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ നോക്കാം. ആദ്യം ഒരു റെഡ് കളർ ഒരു സ്മോൾ ബെയറിഷ് ക്യാൻഡിൽ ഫോം ആവുന്നു. അതിനെ എൻഗൾഫ് ചെയ്തുകൊണ്ട് ഒരു ഗ്രീൻ കളർ ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആയാൽ അതിനെ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ എന്ന് പറയുന്നു. ഇവിടെ ഒരു ഡൗൺ ട്രെൻഡിൽ നിന്നും അപ്പ് ട്രെൻഡിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ആണെങ്കിൽ ആദ്യം ഒരു ഗ്രീൻ കളർ ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആവുന്നു. അതിനെ എൻഗൾഫ് ചെയ്തുകൊണ്ടാണ് ഒരു റെഡ് കളർ ബെയറിഷ് ക്യാൻഡിൽ ഫോം ആവുന്നത്. ഇവിടെ അപ്പ് ട്രെൻഡ്, ഒരു അപ്പ് ട്രെൻഡില് ബെയറിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ഫോം ആയാൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ റിവേഴ്സലിന് സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ പാറ്റേൺ ആയ പാർഷ്യൽ എൻഗൾഫിംഗ് പാറ്റേണിനെ പറ്റി നമുക്ക് നോക്കാം. ബുള്ളിഷ് പാർഷ്യൽ എൻഗൾഫിംഗ് ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. ആദ്യം ഒരു റെഡ് കളർ ക്യാൻഡിൽ ഫോം ആവുന്നു. അതിനെ പാർഷ്യലി എൻഗൾഫ് ചെയ്തുകൊണ്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആയാൽ അതിനെ ബുള്ളിഷ് പാർഷ്യൽ എൻഗൾഫിംഗ് പാറ്റേൺ എന്ന് പറയാം. ഇവിടെ ഡൗൺ ട്രെൻഡിൽ ഒരു ബുള്ളിഷ് പാർഷ്യൽ എൻഗൾഫിംഗ് പാറ്റേൺ ഫോം ആയാൽ അവിടെ ഡൗൺ ട്രെൻഡ് വീക്ക് ആണെന്നാണ് അർത്ഥം. എന്നാൽ ബുള്ളിഷ് റിവേഴ്സലിന് സാധ്യതയുണ്ടെന്നാണ് അർത്ഥം. ഇനി ഒരു ബെയറിഷ് എൻഗൾഫിംഗ് പാർഷ്യൽ എൻഗൾഫിംഗ് പാറ്റേൺ ആണെങ്കിൽ ഒരു ഗ്രീൻ കളർ ക്യാൻഡിൽ ആദ്യം ഫോം ആവുന്നു. അതിനെ പാർഷ്യലി എൻഗൾഫ് ചെയ്തുകൊണ്ട് ഒരു റെഡ് കളർ ക്യാൻഡിൽ ഫോം ആവും. അതിനെയാണ് ബെയറിഷ് പാർഷ്യൽ എൻഗൾഫിംഗ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇവിടെ അപ്പ് ട്രെൻഡിൽ ഒരു ബെയറിഷ് പാർഷ്യൽ എൻഗൾഫിംഗ് പാറ്റേൺ ഫോം ആയാൽ അവിടെ അപ്പ് ട്രെൻഡ് വീക്ക് ആണെന്നാണ് അർത്ഥം. എന്നാൽ ബെയറിഷ് റിവേഴ്സലിന് സാധ്യതയുണ്ടെന്ന്. ഇനി നമുക്ക് മൂന്നാമത്തെ പാറ്റേൺ ആയ ഹറാമി പാറ്റേൺ എന്താണെന്ന് നോക്കാം. ഇപ്പൊ ബുള്ളിഷ് ഹറാമി, ബെയറിഷ് ഹറാമി, രണ്ടെണ്ണാണുള്ളത്. ഇപ്പൊ ബുള്ളിഷ് ഹറാമി എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഇതാണ് ഒരു ബുള്ളിഷ് ഹറാമിയുടെ പാറ്റേൺ വരുന്നത്. ഒരു സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിലിന്റെ ഉള്ളിൽ ഒരു ഗ്രീൻ കളർ ബുള്ളിഷ് ക്യാൻഡിൽ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്കൊരു ബുള്ളിഷ് ഹറാമി എന്ന് പറയാം. ഡൗൺ ട്രെൻഡിൽ നിന്നും അപ്പ് ട്രെൻഡിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് ഈ ഒരു പാറ്റേൺ നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ബെയറിഷ് ഹറാമി, ഒരു ബെയറിഷ് ഹറാമി പാറ്റേണിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. ആദ്യം ഒരു ഗ്രീൻ കളർ ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നു. അതിനുള്ളിലാണ് ഒരു റെഡ് കളർ ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് ബെയറിഷ് ഹറാമി എന്ന് പറയാം. അപ്പ് ട്രെൻഡിൽ നിന്നും ഡൗൺ ട്രെൻഡിലേക്ക് വരാനുള്ള ഒരു സാധ്യതയാണ് ഈ ഒരു ബെയറിഷ് ഹറാമി പാറ്റേണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അവസാനമായി നമുക്ക് ഗ്യാപ്പ് ബേസ്ഡ് പാറ്റേൺ ആണ് ഉള്ളത്. ഒരു ക്യാൻഡിലിന്റെ ഓപ്പണിംഗ് പ്രൈസ് തൊട്ട് മുമ്പുള്ള ക്യാൻഡിലിന്റെ ഹൈനേക്കാൾ മുകളിലാണെങ്കിൽ അതിന് നമുക്ക് ഗ്യാപ്പ് അപ്പ് പാറ്റേൺ എന്ന് പറയാം. അതുപോലെ തന്നെ ഒരു ക്യാൻഡിലിന്റെ ഓപ്പണിംഗ് പ്രൈസ് തൊട്ട് മുമ്പിലുള്ള ക്യാൻഡിലിന്റെ ലോയിനേക്കാൾ താഴെയാണെങ്കിൽ അതിന് നമുക്ക് ഗ്യാപ്പ് ഡൗൺ ക്യാൻഡിൽ അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ പാറ്റേൺ എന്ന് പറയാം. അപ്പോൾ ഹൈ, ലോ, ഓപ്പണിംഗ് പ്രൈസ് ഇതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണാം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഗ്യാപ്പ് ബേസ്ഡ് പാറ്റേൺ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, മോർണിംഗ് സ്റ്റാറും ഈവനിങ് സ്റ്റാറും. അപ്പൊ നമുക്ക് മോർണിംഗ് സ്റ്റാർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് മോർണിംഗ് സ്റ്റാറിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ആദ്യം ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ആവുന്നു, ഒരു സ്ട്രോങ് റെഡ് ക്യാൻഡിൽ ഫോം ആവുന്നു, ഒരു ഗ്യാപ്പ് ഡൗൺ സംഭവിച്ച് ഒരു സ്മോൾ ക്യാൻഡിൽ പിന്നെ ഫോം ആവുന്നു. അത് റെഡ് ഓർ ഗ്രീൻ, ബുള്ളിഷ് ഓർ ബെയറിഷ് ഏത് ക്യാൻഡിൽ വേണമെങ്കിലും ഫോം ആവാം. ഈ ഒരു ക്യാൻഡിലിനെ ഡെപിക്ട് ചെയ്യുന്നത് മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഇൻഡിസിഷനെയാണ്. ബെയറിഷ് ആവണോ ബുള്ളിഷ് ആവണോ എന്നുള്ള ഒരു കൺഫ്യൂഷനെയാണ് ഈ ഒരു ക്യാൻഡിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ഗ്യാപ്പ് അപ്പ് സംഭവിച്ച് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആവുന്നു, ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവുന്നു. ഈ ഒരു സ്ട്രക്ചറിനെ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ബെയറിഷ് ട്രെൻഡിൽ ബെയർസിന്റെ കയ്യിലുള്ള കൺട്രോൾ പോയതിനു ശേഷം
ബുൾസ് കൺട്രോൾ ചെയ്ത് ഒരു ട്രെൻഡിൽ ഉണ്ടാകുന്ന ട്രെൻഡ് റിവേഴ്സലിന് സാധ്യതയാണ് ഈ ഒരു പാറ്റേൺ നമുക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ ഡൗൺ ട്രെൻഡിൽ നിന്നും അപ്പ് ട്രെൻഡിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, മൂന്നാമത്തെ ക്യാൻഡലിന്റെ ക്ലോസിംഗ് എപ്പോഴും ആദ്യത്തെ ക്യാൻഡലിന്റെ ക്ലോസിങ്ങിനേക്കാളും ഉയരെയായിരിക്കും, മുകളിലായിരിക്കും ഉണ്ടാവുന്നത്. ഇനി നമുക്ക് എന്താണ് ഈവനിങ് സ്റ്റാർ എന്ന് നോക്കാം. ഈവനിങ് സ്റ്റാറിന്റെ ഒരു റെപ്രസെന്റേഷൻ ഇങ്ങനെയാണ്. ആദ്യം ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആവുന്നു. അതിനുശേഷം ഒരു ഗ്യാപ്പ് അപ്പ് സംഭവിച്ച് അവിടെ ഒരു സ്മോൾ ക്യാൻഡിൽ ഫോം ആവുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രീൻ ഓർ റെഡ്, ഏത് കളർ വേണമെങ്കിലും ആവാം, മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഇൻഡെസിഷനെയാണ് ഈ ഒരു ക്യാൻഡിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനുശേഷം ഗ്യാപ്പ് ഡൗൺ സംഭവിച്ച് ഒരു റെഡ് ക്യാൻഡിൽ, ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ആവുന്നു. ഇങ്ങനെയാണ് ഒരു ഈവനിങ് സ്റ്റാറിന്റെ സ്ട്രക്ചർ വരുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു ബുള്ളിഷ് ട്രെൻഡിൽ ബുൾസിന്റെ കയ്യിൽ ഉണ്ടാകുന്ന കൺട്രോൾ പോയതിനു ശേഷം ബെയർസ് കൺട്രോൾ ചെയ്ത് ഒരു ട്രെൻഡിൽ ഉണ്ടാകുന്ന റിവേഴ്സലിനെ കാണിക്കുന്ന ഒരു പാറ്റേൺ ആണ് മോർണിംഗ് സ്റ്റാർ പാറ്റേൺ. ഇവിടെ മൂന്നാമത്തെ ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ ആണ്. മൂന്നാമത്തെ ക്യാൻഡിലിന്റെ ക്ലോസിംഗ് എപ്പോഴും ആദ്യത്തെ ക്യാൻഡിലിന്റെ ക്ലോസിങ്ങിനേക്കാളും താഴെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മോർണിംഗ് സ്റ്റാറും ഈവനിങ് സ്റ്റാറും നമുക്ക് റെപ്രസെന്റേഷൻ വെച്ച് കാണാൻ സാധിക്കുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മൾട്ടിപ്പിൾ ക്യാൻഡൽസ്റ്റിക് പാറ്റേൺ. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യും.